ഹലോ, വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടാണ് ബജ്ജിയുടെ റെസിപ്പി ചെയ്യുന്നത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഈ ബജ്ജി തയ്യാറാക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കൻ പീസസ് ആണ്. ഞാനിത് കുക്കറിൽ ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പ് അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ലേശം ചേർത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ആ ബോണിൽ നിന്നൊക്കെ ചിക്കൻ എല്ലിൽ നിന്ന് ചിക്കൻ മാറ്റിയെടുത്തിട്ടുള്ള പീസസാണ്. അതുപോലെ തന്നെ നമുക്ക് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കണിന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ. പിന്നെ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ബാക്കി ഉണ്ടാവും. അതുണ്ടെങ്കിൽ അത് നമ്മൾ കളയരുത്. നമുക്ക് ബജ്ജി ഉണ്ടാക്കുമ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് തയ്യാറാക്കാം കേട്ടോ. പിന്നീട് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഒരുപാട് ചെറുതാക്കി അരിയരുത്. ഇതുപോലെ നൈസിൽ തീരെ കട്ടിയില്ലാതെ നൈസാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. പിന്നീട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക, നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ളത്. അതുപോലെ കായത്തിൻ്റെ പൊടി അത് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് ഉപ്പ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത്രയും മിക്സായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നീട് നമുക്ക് ഇതിൽ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവ് ചേർക്കുമ്പോൾ എപ്പോഴും ഒന്നിച്ച് ചേർക്കരുത്. നമ്മൾ ലേശം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഉള്ളിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നീട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും നമ്മൾ ഈ ഉള്ളിയും കടലമാവൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുള്ളൂ. അതിനെ നമ്മൾ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടോട്ടൽ ഇതിന് 15 സ്പൂണാണ് കടലമാവ് ഉപയോഗിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടലമാവിൻ്റെ ക്വാണ്ടിറ്റി മാറ്റം വരാം കേട്ടോ. കാരണം നമ്മളെടുത്ത ഉള്ളിയുടെ സൈസൊക്കെ ചിലത് വലുതായിരിക്കാം, ചിലത് ചെറുതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം കേട്ടോ. അപ്പോൾ എനിക്ക് 15 സ്പൂണ് കടലമാവാണ് ഞാൻ തന്നെ യൂസ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഞാനിതിന് ഒന്ന് വേറെ ബൗളിലേക്ക് മാറ്റാൻ കേട്ടോ. മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി. പ്ലേറ്റിൽ എനിക്കൊരു അസൗകര്യം, അപ്പോൾ മിക്സിംഗ് ബൗളിൽ മാറ്റി. എന്നിട്ട് നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും അത് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഇത് ചിക്കൻ സ്റ്റോക്കാണ്. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ കളയരുത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കൂടെ ചേർക്കാം. ഈ വെള്ളം മതിയാവില്ല, നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ടി വരും. പക്ഷേ ഇത് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈ ബജ്ജിക്ക് നല്ലൊരു ചിക്കൻ്റെ ഒരു മണവും നല്ലൊരു ഫ്ലേവറൊക്കെ വരും. പിന്നീട് നമുക്ക് വേണ്ടത്ര വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കൺസിസ്റ്റൻസി ആവണത് വരെ നമുക്ക് വെള്ളം എത്ര ആവശ്യമെന്ന് വെച്ചാൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം അത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മാവിന് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടത് കേട്ടോ. ഇതുപോലെ ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിക്കും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് ഇതുപോലെ റെഡിയാക്കാം. നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മളിതിനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നത്. അതുപോലെ നമ്മുടെ നാടൻ റെസിപ്പിയാണല്ലോ അത്, ശരിക്കും നാടൻ റെസിപ്പിയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോരോ ബജ്ജി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി മൊരിഞ്ഞ് വരുമല്ലോ. സാധാരണ ബജ്ജിയുടെ ആ ഒരു കളർ വരുമല്ലോ, ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ബജ്ജി ഇത് റെഡിയായി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ബജ്ജിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും കൂടി വിട്ടുപോകരുത്.
അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി വിട്ടുപോകരുത്. നമുക്ക് പുതിയ നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.